ഒരുപാട് സന്തോഷം. ശബ്ദം പോയിരിക്കുകയാണ്. ഇറ്റ്സ് സച്ച് എ ഡീപ്പ് ഓണർ ടു ബി റിസീവിങ് ദിസ് അവാർഡ്. പക്ഷേ ഇതിൽ വലിയൊരു പങ്ക് ഞങ്ങളുടെ ഓരോരുടെയും ഓരോ സ്ത്രീകൾക്കും ഉണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് തന്നെ കാടും പുഴയൊക്കെ എന്നും ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് തിയറിറ്റിക്കലി അറിയാം. പക്ഷെ പലപ്പോഴും അതറിഞ്ഞ് ഒന്നും അല്ലല്ലോ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും. പലപ്പോഴും നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ കണ്ട ഫോറസ്റ്റ് കമ്മ്യൂണിറ്റീസിൽ, ആദിവാസി ജനങ്ങളുടെ ഇടയിൽ പ്രകൃതിയെ ശരിക്കും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കരുതലോടെയാണ് അവർ മുന്നോട്ട് പോണത്. ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് വാസ് ദി ഇൻസ്പിറേഷൻ ഫോർ ഫോറസ്റ്റ് പോസ്റ്റ്. ഇന്ന് എൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഫോറസ്റ്റ് പോസ്റ്റ് ഫാമിലിയാണ്. 3-4 പേരെ വന്നിട്ടുള്ളൂ. മുതുവാന്മാർ എത്തിയിട്ടില്ല. നല്ല ദൂരെയാണ്, അവർക്ക് തിരിച്ചെത്താൻ പറ്റില്ല. ബിന്ദു ചേച്ചി, വിലാസ് ചേച്ചി ഒന്ന് വേദിയിലേക്ക് വരികയാണെങ്കിൽ I want to keep it really short. My throat is gone. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു കൈയടി. തീർച്ചയായിട്ടും ഈ ഒരു സംരംഭത്തിന് പിന്നിൽ ഇവർ ഓരോരുത്തരുടെയും കൃത്യമായ ഇടപെടലുകളുണ്ട്, അവരുടെ സാന്നിധ്യമുണ്ട്. അതിനൊരു നിറഞ്ഞ കൈയടി നമുക്ക് സമ്മാനിക്കാം. ഒരു വിജയവും ഒറ്റയ്ക്കല്ല, കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ് എന്ന് കാണിക്കുന്നതിന്റെ തെളിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്ന് ജ്വാല പുരസ്കാര വേദിയിൽ ഇവർക്ക് കൈയടികൾ നൽകാം. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. പരിസ്ഥിതി ഗവേഷകർക്ക് ആദിവാസികളുടെ സഹായം വേണ്ടിവരും. പഠനം കഴിയുമ്പോൾ സർവകലാശാലകളുടെ മക്കളും കാടിന്റെ മക്കളും വഴിപിരിയും. മഞ്ജു പക്ഷേ കാനന സർവകലാശാലകളിലെ അംഗീകരിക്കപ്പെടാത്ത വിജ്ഞാനികൾക്കൊപ്പം ഉറച്ചു നിന്നു. വനവിഭവങ്ങൾ പലരും വിപണിയിലെത്തിക്കുന്നുണ്ട്. മഞ്ജുവിന്റെ ഫോറസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് കാടിന്റെ വിഭവങ്ങൾ ലോകോത്തര നിലവാരത്തിൽ മൂല്യവർധന വരുത്തി അന്താരാഷ്ട്ര വിപണിയിൽ എത്തിച്ചു എന്നതാണ്. മഞ്ജുവിന് വനവിഭവങ്ങൾ എന്നാൽ തേനും കോലരക്കും കുന്തിരിക്കവുമല്ല. കണ്ണാടിപ്പായ് എന്ന് കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ ആദിവാസികളുടെ പേറ്റന്റ് കിട്ടിയ അത്ഭുത ഉൽപ്പന്നം. കണ്ണാടിയുടെ മിനുപ്പുള്ള ഈറ്റപ്പായ, മുതുവരുടെയും കാടരുടെയും നേരറിവ്, അങ്ങനെ ഓരോ ഊരിന്റെയും തനത് വിജ്ഞാനമാണ്. അതാണ് മഞ്ജു തെരഞ്ഞെടുത്തത്. ഫോറസ്റ്റ് പോസ്റ്റ് വനാരോഗ്യം കാത്ത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തമാക്കിയ വേറിട്ട സംരംഭം. ശാസ്ത്രവും കലയും മാനവികതയും പുരോഗമന അവബോധവും സമന്വയിച്ച വിപ്ലവകരമായ സാമൂഹിക സ്റ്റാർട്ടപ്പ്.